സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആഹ്വാനവുമായി ലോക സമാധാന ഉച്ചകോടിക്ക് തലസ്ഥാനത്ത് തുടക്കം. ലോകത്ത് വർദ്ധിച്ചുവരുന്ന വംശീയ അക്രമങ്ങളിലും സംഘർഷത്തിലും ഉച്ചകോടി ആശങ്ക രേഖപ്പെടുത്തി. ഒരുമയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആഗോള സമൂഹമായി മാറാൻ ഉച്ചകോടിക്ക് കഴിയട്ടെ എന്ന് ശാന്തിഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാനതപസ്വി പറഞ്ഞു. ലോകത്ത് ശാന്തിയും സമാധാനവും ഉറപ്പുവരുത്താൻ ആഹ്വാനം ചെയ്ത ലോക സമാധാന ഉച്ചകോടിക്ക് തലസ്ഥാനത്ത് തുടക്കമായിരിക്കുകയാണ്. ലോകത്ത് വർദ്ധിച്ചുവരുന്ന വംശീയ അക്രമങ്ങളിലും സംഘർഷത്തിലും ഉച്ചകോടി ആശങ്ക രേഖപ്പെടുത്തി. വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത സൗഹാർദ്ദവും ഒരുമയും ശാന്തിയും പ്രദാനം ചെയ്യുന്ന ലോകത്തിനായി കൈകോർക്കാൻ ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ശാന്തിഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാനതപസ്വി നിർവഹിച്ചു. ഒരുമയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആഗോള സമൂഹമായി മാറാൻ ഉച്ചകോടിക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. The theme of this summit, the promise of oneness, the power of peace, redefining sustainable development of humanity, is a profound call to action. It reminds us of the importance of coming together as one global community. ലോക സമാധാന സമ്മേളനത്തിന്റെ ചെയർമാൻ ഗുരു ദിലീപ് ജി മഹാരാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആത്മീയ പ്രഭാഷണങ്ങളെക്കാൾ ലോകത്തെ ഏകീകരിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ലോക സമാധാനം ഉറപ്പുവരുത്താൻ ഉച്ചകോടി വഹിക്കുന്ന പങ്കിനെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിനന്ദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ലോക സമാധാനം ഉറപ്പുവരുത്താൻ കൂട്ടായ്മ നടത്തുന്ന പ്രവർത്തനങ്ങളെ തന്റെ ആശംസാ സന്ദേശത്തിൽ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ അംഗീകൃത എൻജിഒകളായ യുണൈറ്റഡ് റിലീജിയസ് ഇനിഷ്യേറ്റീവ്, സൗത്ത് ഇന്ത്യ റീജിയൻ, വേൾഡ് യോഗ കമ്മ്യൂണിറ്റി എന്നീ സംഘടനകളാണ് ലോക സമാധാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ജനം, തിരുവനന്തപുരം.